ഇന്നത്തെ രേണുസുതി ഇന്ന് രാവിലെ തൊട്ട് പ്രത്യേകിച്ച് കോണ്ടന്റ് ഒന്നും ഇല്ലാത്തത് കൊണ്ടും വോട്ടിങ്ങിന്റെ സമയം അടുത്തത് കൊണ്ടും രേണു കുറേ കോണ്ടന്റുകൾ സ്വന്തമായിട്ട് അവിടെ ഇവിടെ ആൾക്കാരെ പിടിച്ചിരുത്തി പറയുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ബിഗ് ബോസിന്റെ ഒരു ആവശ്യം കൂടിയാണ് രേണു എന്ന് എനിക്ക് തോന്നി. എന്തെങ്കിലും കോൺട്രാക്ട് ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. അപ്പോൾ ഇന്ന് ആദ്യം തന്നെ കണ്ണാടിയിൽ നോക്കി കരഞ്ഞുകൊണ്ട് മക്കളുടെ പേരുകൾ അവരുടെ പേരുകൾ വിളിക്കുന്നതും പിന്നെ ആത്മാവേന്ന് വിളിച്ച് മക്കളെ അവരുമായിട്ട് സിമിലറാക്കി വിളിക്കുന്നതുമൊക്കെ ശരിക്കും പറഞ്ഞാൽ രേണു ഏറ്റവും കൂടുതൽ സൂക്ഷിക്കേണ്ടത് സോഷ്യൽ മീഡിയയിൽ വൈറലാവുന്ന സമയത്ത് അവരുപയോഗിക്കുന്ന വാക്കുകളാണ്. അപ്പോൾ വാക്കുകളെല്ലാം ഇപ്പം ജനക്ക് പഠിച്ച് പറയണം എന്നൊന്നും ഇല്ലല്ലോ. പക്ഷേ അവർ ഈ പറയുമ്പോൾ കുറച്ചുകൂടെ കോൺഷ്യസ് ആയാൽ നന്നായിരുന്നേനെ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഷാനവാസുമായിട്ട് രേണു ഈ പറയുന്ന സുധിയുമായിട്ട്, അതായത് കൊല്ലം സുധിയുടെ ഭാര്യയാണ്, അപ്പം അവരുമായിട്ടുള്ള ആ ഒരു സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായി വന്ന ആ വിഷയത്തെക്കുറിച്ചുള്ളൊരു സംഭാഷണം ഉണ്ടാകുന്നുണ്ട്. അതായത് രേണുസുധി പറയുന്നുണ്ട് മറ്റേ സുധിയുടെ ഡ്രസ്സിൻ്റെ സ്മെല്ല് വെച്ച് സ്പ്രേ ഉണ്ടാക്കിയതിനെ കുറിച്ചും അത് തനിക്കാണ് ആ സ്പ്രേ നല്ലൊരു വാസനയാകുന്നത്, മറ്റുള്ളവർക്ക് ആ സ്പ്രേ അത് ഇറിറ്റേഷൻ ആയിരിക്കും, അതുകൊണ്ട് താൻ മാത്രം അതത് ഉപയോഗിച്ച് നടക്കാൻ കഴിയില്ല, അത് താൻ സൂക്ഷിച്ചു വെക്കുന്നതാണ് എന്ന് പറയുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ പറയുന്ന കാര്യങ്ങളൊക്കെ വളരെ ശരിയാണല്ലോ, ഇതൊക്കെയാണ് ശരി എന്ന് തോന്നും. കാരണം എന്ന് വെച്ചാൽ ഉറപ്പാണല്ലോ, കാരണം രേണുസുധിക്ക് ഇഷ്ടമുള്ളത് കൊണ്ട് ആ ഒരു വിയർപ്പിൻ്റെ സ്മെല്ല് നല്ലതായിട്ട് തോന്നും. അതിപ്പോൾ പൂശി നടക്കാൻ പറ്റില്ലല്ലോ. പക്ഷേ വേറൊരു പ്രശ്നമുണ്ട്. ഈ പറയുന്ന കാര്യം ഇത്രയ്ക്ക് ആലോചിച്ച് നല്ല ക്ലിയർ ആയിട്ട് പറയണമെങ്കിൽ അവരിത് ആദ്യമേ തീരുമാനിച്ചു വെച്ചിട്ടുണ്ടായിരിക്കണം. ബിഗ് ബോസിനകത്ത് വന്നിട്ട് ഇതൊക്കെ സംസാരിച്ച് എല്ലാവരടുത്തും ഈ 100 ദിവസം നിൽക്കാൻ പറ്റുമെങ്കിൽ 100 ദിവസവും ഞാനിങ്ങനെയാണ് എന്ന് പറഞ്ഞ് നിൽക്കേണ്ട ഒരവസ്ഥ രേണുസുധിക്കുണ്ട്. ശരിക്കും പറഞ്ഞാൽ ബിഗ് ബോസിനകത്ത് വന്നിട്ടും ആ പുറം ലോകവുമായിട്ടുള്ള എല്ലാം വിട്ടു നിൽക്കാത്ത ഒരേ ഒരു വ്യക്തി രേണുസുധിയാണ്. ഈ സപ്പോർട്ട് ചെയ്യുന്ന, ഞാനിപ്പം രേണുസുധിയെക്കുറിച്ച് ഇതുവരെയും മോശമായിട്ട് പറഞ്ഞിട്ടില്ല. നിങ്ങൾ തന്നെ ശ്രദ്ധിച്ചു നോക്കുക, സപ്പോർട്ട് ചെയ്യുന്നവർ തന്നെ ചിന്തിച്ചു നോക്കുക. ബിഗ് ബോസ് എന്ന് പറയുന്നത് ഒരു റിയാലിറ്റി ഷോ ആണ്. അതിൻ്റെ അകത്ത് ഒരുപാട് വ്യക്തികൾ വരുന്നുണ്ട്, തനിക്കൊപ്പം മത്സരിക്കാനാണ് ടാസ്കുകളുണ്ട്. രേണുസുധി ഏതെങ്കിലും ഒരു ടാസ്കിൽ ആക്റ്റീവായി പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് നിങ്ങൾ കണ്ടോ? വന്നു കയറിയപ്പോൾ തന്നെ ജിസേലും ബിൻസിയും ഒക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് ബാൻഡ് തട്ടിപ്പറിക്കുന്ന ഒരു ഗെയിമുണ്ട്. ഓക്കെ, അവരെല്ലാവരും ബിഗ് ബോസിന് വേണ്ടി പ്രിപ്പയർഡായി കളിക്കാൻ വേണ്ടി വന്നപ്പോൾ നമ്മുടെ രേണുസുധി മാത്രം നീ കൊണ്ടുപോയിക്കോ, എനിക്കതൊന്നും വേണ്ട. രേണുസുധി വേറെ എന്തൊക്കെയോ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ശരിക്കും പറഞ്ഞാൽ ബിഗ് ബോസിൽ കളിക്കുന്നവർക്ക് വോട്ട് കൊടുക്കുക എന്ന് പറയേണ്ട ഒരവസ്ഥ അതുകൊണ്ടാണ്. പിന്നെ ഇന്ന് രാവിലെ ഞാൻ ശരിക്കും പറഞ്ഞാൽ രാവിലത്തെ ലൈവ് കാണുമ്പോൾ രേണുസുധി എന്തൊക്കെയോ കുറച്ച് കോണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നു എന്നൊരു ഫീൽ ഉണ്ടായിരുന്നു. കാരണം അനീഷ് 100 വട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും മസിലും പിടിച്ച് നടക്കുമ്പോൾ അവിടെ എല്ലാവരും അനീഷിനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് പരിഹസിക്കും. എല്ലാ തവണയും അതുള്ളതാണ്. പക്ഷെ രേണുസുധി ഇത്തവണ പറഞ്ഞൊരു ഡയലോഗ്, അനീഷേ ഞാൻ പോകുമ്പോൾ നിന്നെ ഇവിടെ കൊണ്ടുപോകാം, ഞാൻ എന്തായാലും ഇപ്പോൾ പോകും, ഞാനിപ്പോൾ ഉറപ്പായിട്ടും പോകാൻ പോവുകയാണ്, അപ്പോൾ നമുക്ക് ഒന്നിച്ച് ഞാൻ നിന്നെ ഇവിടെ കൊണ്ടുപോകാം എന്ന് രേണുസുധി വളരെ ഫണ്ണായിട്ട് പറഞ്ഞു. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷെ അപ്പോഴും അവിടെ ഒരു ഡബിൾ മൈൻഡഡ് ആണ്. അതായത് ഞാനിപ്പോൾ എന്തായാലും ഔട്ടാവും, എനിക്കാരും വോട്ടൊന്നും തരാൻ പോകുന്നില്ല, ആ ഒരു ഡയലോഗ് ഉണ്ടല്ലോ, അത് ശരിക്കും പറഞ്ഞാൽ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുകയെ. ഒരു വ്യക്തിയുടെ മനസ്സിൽ ആ ആഗ്രഹമുണ്ട്, ഇവിടെ നിൽക്കണം, വോട്ടെല്ലാവരും തരില്ലയോ എന്നൊരു തോട്ട് വരുമ്പോഴത്തേക്കും പെട്ടെന്ന് എന്നെയൊക്കെ ആര് രക്ഷിക്കാനാ, എനിക്കൊന്നൊക്കെ ആര് വോട്ട് ചെയ്യാനോ, എനിക്കൊന്നും വോട്ട് കിട്ടത്തില്ല, അതൊരു കാർഡാണ്. അപ്പോൾ ആ കാർഡ് വെച്ച് കളിക്കാൻ നോക്കുകയാണ് രേണുസുധി. അപ്പോൾ പിന്നെ ബാക്കി ഈ പറയുന്ന പുറത്തെ കാര്യങ്ങളൊക്കെ അവിടെ ഒരുപാടിരുന്ന് പറഞ്ഞ് നമുക്ക് സൈക്കോളജിക്കലി അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ തിയറികളിൽ റീഇൻഫോഴ്സ്മെന്റ് തിയറി എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് ഒരു കാര്യത്തെ 100 വട്ടം നമ്മളിൽ പറഞ്ഞ് അതാണ് സത്യം എന്ന് അടിച്ചേൽപ്പിക്കുന്ന ഒരു കാര്യമാണ് റീഇൻഫോഴ്സ്മെന്റ് തിയറി. നിങ്ങളിപ്പോൾ വാർത്തകളൊക്കെ കാണുമ്പോൾ, നിങ്ങൾ എല്ലാ ചാനലുകളിലും ഒരു വാർത്ത കാണുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ തോന്നും ഈ സമൂഹത്തിൽ ഇത് മാത്രമാണ് വിഷയം. യൂട്യൂബും ഇൻസ്റ്റഗ്രാമും എടുക്കുമ്പം രേണുസുധിയെ മാത്രം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അത് മാത്രമാണ് വിഷയം. അതുപോലെയാണ്. പിന്നെ ഞാൻ എന്തിനാ ഇതിവിടെ വന്നിരുന്ന് പറയുന്നതെന്ന് ചോദിച്ചാൽ, കാണാൻ ഇതേ ആൾക്കാർക്ക് താല്പര്യമുള്ളൂ എന്നതാണ് വിഷയം. അപ്പോൾ ഏതായാലും ശരി, ഇന്നത്തെ രേണുസുധിയുടെ കോണ്ടന്റുകളൊക്കെ ഇതൊക്കെയായിരുന്നു. ബിഗ് ബോസിന്റെ മറ്റ് വിശേഷങ്ങളൊക്കെ ചാനലിൽ കാണാം. അതുവരേക്കും ബൈ.